വിധി പറഞ്ഞതിന് ശേഷവും ഇത്ര കണ്ട് ചർച്ചയായ ഒരു കേസ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിലാണ് ഇപ്പോ പ്രോസിക്യൂഷൻ DG നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് മുൻപ് സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ഈ വിധിക്കകത്ത് ദിലീപ് വരുള്ളൂ. 9 ഫോൾഡറിന്റെ കാര്യം പറയുന്നില്ലല്ലോ ഇവിടെ. ഇല്ല. അപ്പൊ 9 ഫോൾഡർ ഉണ്ടെങ്കിൽ 9 ഇവിടെ രേഖപ്പെടുത്തണം. ആ 9ന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം ദിലീപ്. അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ദിലീപിന് പിന്നിലുള്ളത് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ല കേട്ടോ. എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? ആ ഒരാളാണ് മഞ്ജു ചേച്ചി. എല്ലാം മഞ്ജു ചേച്ചിക്ക് നേരത്തെ അറിയായിരുന്നു. മഞ്ജു ചേച്ചിക്ക് മുംബൈയിൽ എങ്ങാണ്ട് ഫ്ലാറ്റ് കിട്ടിയെന്ന് മാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ ഒന്നും പോയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, അതവിടെ തന്നെ നിൽക്കട്ടെ. ദിലീപിനെ തീർത്തു കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രശ്നവും അങ്ങ് തീരുമോ? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതെന്തുവാ? ഇപ്പൊ ഒരു മെമ്മറി കാർഡ് വീണ്ടും പൊക്കി പിടിച്ചോണ്ടിരിക്കുകയാണ്. ഹാഷ് വാല്യൂ. ഈ ഹാഷ് വാല്യൂ മറ്റോ മറിച്ചൊക്കെ എന്ത് തേങ്ങയാണെന്ന് നിനക്കൊക്കെ അറിയാവോ? ഈ മെമ്മറി കാർഡ് ഏത് ഫോണിൽ നിന്നാണ് വലിച്ചു ഊരിയെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് അവന്മാർക്ക് അറിയത്തുമില്ല. ഏത് ഫോണിൽ നിന്നാണെന്നോ ദൈവത്തിന് അറിയാം. അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴൊരു ഹാഷ് വാല്യൂ പിടിച്ചോണ്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ഈ സാറ്റലൈറ്റ് മീഡിയക്കാരല്ലേ, യുവന്മാര് ഒരു സംഭവം തന്നെ. യുവന്മാരെ പോലെ ഉള്ളവന്മാര് ഇത്രയും കേടുകെട്ട പരിപാടി കാണിക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ആദ്യ ഘട്ടത്തിൽ, അതായത് 8 വർഷം മുന്നേ നടിയെ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കേസ് കുത്തിപ്പൊങ്ങി വരുന്ന സമയത്ത് ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്നും പിന്നെ ദിലീപാണെന്നുള്ള രീതിയിൽ ആരോപണങ്ങൾ വരികയും അവസാനം ദിലീപിനെ ഈ മീഡിയക്കാരന്മാരെല്ലാം കൂടി പ്രതിയാക്കി. മീഡിയക്കാരന്മാരാണ് അതിൽ ഏറ്റവും പങ്കുവലിച്ചിട്ടുള്ളത്. അവന്മാരെല്ലാം കൂടി ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് അങ്ങോട്ട് ആക്കി. എന്ന തെളിവുണ്ടോ? ഒന്നിനും ഒരു തെളിവുമില്ല. ദിലീപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു തെളിവുമില്ല. എന്നാൽ മറ്റു പലർക്കെതിരെയും നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളായിട്ട് വെറുതെ നമ്മൾ ഓഡിയൻസിൽ നോക്കുന്ന സമയത്ത് മറ്റു പലർക്കെതിരെയും പല തെളിവുകളും നമുക്ക് ഈ മീഡിയക്കകത്ത് തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ദിലീപിനെതിരെ ഒരു പൊടിക്ക് പോലും ഒരു തെളിവും കാണാൻ സാധിക്കുന്നില്ല. ഈ കോടതിയിൽ കൊണ്ട് സമർപ്പിച്ച എല്ലാ തെളിവുകളും വ്യാജമാണെന്നും ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ പല കള്ളമൊഴികളും എല്ലാം ഫ്ലോപ്പായി, എല്ലാം പൊളിഞ്ഞടുങ്ങിയാണ് ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ഈ മീഡിയക്കാരന്മാര് അവന്മാർ മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുകയാണ്. മൊത്തത്തിൽ ഈ ഒരു കേസിൽ കുറെ തിരിച്ചടി കിട്ടി. അതുകൊണ്ട് യുവന്മാർക്ക് എങ്ങനെയെങ്കിലും ഇനി ദിലീപിനെ പ്രതിയാക്കി ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് അവന്മാർക്ക് സ്ഥാപിച്ച് കുറെ കൂടി ഉറപ്പിച്ചിരുത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നല്ല ഒന്നാം തരം നാടകങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. റിപ്പോർട്ടർ ചാനലില് പൾസർ സുനിയുടെ ഒളിക്യാമറ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കുറെ വാരി വെതറിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് ആ ഒളിക്യാമറ വീഡിയോ കണ്ട സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് ഒളിക്യാമറ വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നത്തില്ല. കാരണം അത് ഒളിക്യാമറ വീഡിയോ അല്ല, പറഞ്ഞ് പ്ലാൻ ചെയ്തെടുത്ത സാധനം തന്നെയാണ്. ആ സാധനം പുറത്തു വന്നപ്പോഴേ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ഇത് ക്രിയേറ്റഡ് സാധനമാണെന്ന്. അതുപോലെ മീഡിയക്കാർ പലതും ക്രിയേറ്റ് ചെയ്തു, പലതും ഇല്ലാത്തത് വിളിച്ചു പറഞ്ഞു. ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് പല അപരാധങ്ങൾ വരെ ഉമാർ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവസാനം മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോൾ പുളിയില്ല എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പുളിക്കുമെന്ന് പറയുന്നത് പോലെ അണ്ടിയോട് അടുത്തപ്പം ഇവന്മാരെ തെളിവൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് ഇപ്പം വീണ്ടും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ദിലീപിനെ തൂക്കിക്കൊല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് മൊണ്ണകളാണോ എന്തോ ഇവന്മാര്. സത്യം, മാധ്യമധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമ അധർമ്മമാണ് ഇവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഇപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ദിലീപിനെ പ്രതിയാക്കണം. കാരണം ഇവന്മാരെ പോയ ഇമേജ് തിരിച്ചു പിടിക്കണം. ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞപ്പോൾ തീർന്നു. മാധ്യമങ്ങൾക്ക് കുറെ പേര് ചീത്തവിളിയുമായി. കുറെ പേര് എന്നാലും അന്ന് മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ വിശ്വസിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇങ്ങനെയുള്ളവർ ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച് പൊക്കോ. കാരണം വിവരം ബോധം വെള്ളിയാഴ്ച ഇല്ലാത്തതിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക നമുക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കുറെ പേര് ഇപ്പോഴും ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിലീപാണ് ഇതിന്റെ പിന്നിൽ. അവർക്കത് മാറി ചിന്തിക്കാനോ അതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനോ ഒന്നും താല്പര്യമില്ല. ഓക്കെ, ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ മറിച്ച് ദിലീപ് അല്ല കുറ്റവാളിയെങ്കിൽ നിങ്ങൾ എവിടെ പോകും? എവിടെ പോയി കീരവത്ത് ഉണ്ടാക്കും? ഇതാണ് എന്റെ ചോദ്യം. മനസ്സിലായ കാര്യം പിടിയിട്ട് കാണോ? ദിലീപ് അല്ല കുറ്റവാളിയെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിച്ച് കേസ് റീഓപ്പൺ ചെയ്ത് കേസ് തക്കതായ രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക. ദിലീപാണോ ഇവിടെ ഇപ്പൊ അതിജീവിത ആയിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി എനിക്ക് സംശയമുണ്ട്. നമ്മളെ ആക്രമിക്കപ്പെട്ട നടി ഒരു സൈഡിൽ അതിജീവിത, ഇപ്പുറത്ത് അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദിലീപാണ്. നീതി കിട്ടാതെ ഇപ്പോഴും നിൽക്കുന്നത് ദിലീപാണ്. ഒരു കാര്യവുമില്ലാതെ അവനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ വിവരമില്ലാത്ത ആൾക്കാർ. സത്യം പറഞ്ഞ സൈബർ അറ്റാക്ക് കിട്ടുന്ന ദിലീപിനാണ്. സീരിയസ്ലി പറയാമല്ലോ, സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നിയടേ.
ആ മനുഷ്യനെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഓക്കെ, അങ്ങനെ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇവിടെ അഡ്വക്കേറ്റ് മിനി ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോസിക്യൂഷൻ നമ്മൾ അടിപൊളിയായിട്ട് വായിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മുതൽ 7 വരെ 6 വരെ എങ്ങാണ്ട് പ്രതികൾക്ക് ശിക്ഷയും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ വെടിപ്പാക്കിയിട്ടുണ്ട്. പിന്നെ 7, 8, 9 പ്രതികൾക്കൊന്നും ഇല്ല, നമ്മൾ വിട്ട് ആ ഒരു സെറ്റപ്പിൽ അവർ സംസാരിക്കുന്നുണ്ട്. അവരെന്ത് പറയുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അത് ചുമ്മാ ഓരോ ഇന്റർവ്യൂവിൽ ഓരോന്നും വിളിച്ച് പറഞ്ഞ് ഒരു 10 ഇന്റർവ്യൂ നിരത്തി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം കേസും തെളിയും, ഇവർ എക്സ്പോസ് ആവുകയും ചെയ്യും. അതാണ് ആ സ്ത്രീയുടെ ഒരവസ്ഥ. അതങ്ങനെ ഒരെണ്ണം, അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ഇപ്പൊ കുറെ പേർക്ക് ഇപ്പോഴും ദിലീപിനെ തീർക്കണം, ദിലീപിനൊന്ന് തീർത്തു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ അപരാധികളുണ്ട്. അല്ലാണ്ട് അതിനെയൊന്നും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്നോ അത് തെളിയിക്കണമെന്നോ ആർക്കുമില്ല. ന്യൂസ് കണ്ടു നോക്കാം. ന്യൂസുകാരന്മാർ ഇപ്പോഴും പിടിച്ചോണ്ടുവരാണ് #വാല്യൂ. വാ. ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശത്തിലുള്ളത്. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയ നിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്നുമാണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്. പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും ഈ നിയമോപദേശത്തിലുണ്ട്. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൌരവമേറിയ തെളിവുകൾ പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും ജഡ്ജി പെരുമാറിയത് വിവേചനപരമായി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. വിധി പറഞ്ഞതിന് ശേഷം ഓക്കെ നിക്കി മീഡിയക്കാരവിടെ നിക്കി. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു ചോരത്തിളപ്പില്ലേ, വിധി പകർപ്പ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു മീഡിയക്കാർ പോലും, സാറ്റലൈറ്റ് ഒരു ചാനലുകാർ പോലും എന്തുകൊണ്ട് വിധി പകർപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചില്ല? ഐ മീൻ വായിച്ചു പറയുകയോ അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യാതെ എന്ത്? കാരണം വിധി പകർപ്പ് വായിച്ചു കഴിഞ്ഞാൽ ദിലീപ് നിരപരാധിയാണെന്ന് വളരെയധികം വെടിപ്പായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും, സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മീഡിയക്കാരെ മാത്രം കണ്ട് ആശ്രയിച്ച് ന്യൂസുകൾ അറിയുന്ന ജനങ്ങൾക്ക് വിശ്വാസമാവും. ഞാൻ തന്നെ ഇടയ്ക്ക് മുടി വെട്ടാൻ പോയിരുന്ന സമയത്ത് ഈ ഒരു ന്യൂസ് ഇപ്പോഴല്ല, ഐ മീൻ ആ ഒരു കോൺട്രോവേഴ്സി നടക്കുന്ന സമയത്ത്, ഇപ്പൊ ലാസ്റ്റ് ഘട്ടത്തിൽ കോൺട്രോവേഴ്സി നടക്കുന്നത്, അതായത് ദിലീപിനെ വെറുതെ വിട്ട സമയത്ത് അവിടെ മുടിവെട്ടാനിരിക്കുമ്പോൾ ടി വിയിൽ ഈ ന്യൂസാണ് കാണുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നുണ്ട് ദിലീപിനെ പറ്റിയിട്ട്, ദിലീപ് ആണ് നാറ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഞാനും അതിന്റെ ഇടയിൽ കയറിയിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ ആൾക്കാരുടെ അടുത്ത്. അപ്പൊ അവർക്ക് അവസാനം ഒരു ഡബിൾ മൈൻഡ് നിൽക്കുകയാണ്. സംസാരിച്ചു വന്നപ്പോൾ ഒരു ഡബിൾ മൈൻഡായി. അപ്പൊ എന്തോ ഇവൻ പറയുന്നതിൽ കാര്യം ഉണ്ടാ, ഞാൻ വീഡിയോ ചെയ്യുന്ന കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മീഡിയ ഈ TV ഒക്കെ കാണുന്ന സെറ്റപ്പാണ്. അപ്പൊ അവരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവരിങ്ങനെ ഇരുന്ന് ആലോചിക്കണം, അപ്പൊ ഇവൻ പറയുന്നതിൽ കാര്യം ഉണ്ടോ എന്നുള്ള സെറ്റപ്പിലായി. ആദ്യമൊക്കെ തർക്കിച്ച് പിന്നെ ഞാൻ കുറെ ചോദ്യങ്ങളും കുറെ ഈ കേസുകളെല്ലാം ഇങ്ങനെ എനിക്കറിയാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, അതൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും ഒന്ന് കൺഫ്യൂസ്ഡ് ആയി. അതാണ് പറഞ്ഞത്, ഈ മീഡിയക്കാർ പറയുന്നത് മാത്രമേ ജനങ്ങൾ കേൾക്കുന്നുള്ളൂ. ഈ ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് മീഡിയക്കാർ എന്തുകൊണ്ട് വായിച്ച് പറയുന്നില്ല? കാരണം അത് വായിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാർ വരെ തീർന്നു. കാരണം മീഡിയക്കാരാണ് ദിലീപ് കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കിയത്. അവന്മാർ വരെ എക്സ്പോസ് ആവും. അവർക്ക് എങ്ങനെയെങ്കിലും പോയ ഇമേജ് തിരിച്ചു പിടിച്ച് ദിലീപിനെ തൂക്കി തീർക്കണം, അല്ലെങ്കിൽ ദിലീപിനെ കൊല്ലണം. ഈ ഒരു സെറ്റപ്പിലാണ് ഇവന്മാരെ ഒരു മൈൻഡ് പോകുന്നത്. എന്ത് വളരെയധികം കഷ്ടം നോക്ക്, ഇങ്ങനെയും കുറെ എണ്ണം. ബാക്കി കണ്ട് ചർച്ചയായ ഒരു കേസ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിലാണ് ഇപ്പോ പ്രോസിക്യൂഷൻ DG നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് മുൻപ് സർക്കാരിന് നിയമോപദേശം നൽകിയിരിക്കുന്നത്. ആ നിയമോപദേശത്തിന്റെ പകർപ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കിട്ടിയിരിക്കുന്നത്. ആ പകർപ്പിലാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ ജഡ്ജിക്കും കോടതിക്കും അതിനൊപ്പം തന്നെ ഈ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷപാതപരമായി മറ്റൊരു ജഡ്ജിയും പെരുമാറാത്ത തരത്തിൽ ഒരു കേസിൽ ഈ ജഡ്ജി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഈ കേസിൽ പെരുമാറി എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത് തന്നെ. ഈ പ്രോസിക്യൂഷന്റെ DGയുടെ ഉപദേശത്തിൽ ഈ നേരത്തെ പ്രോസിക്യൂട്ടറായിരുന്ന അജകുമാറിന്റെ വിശദമായ നോട്ടും ഉണ്ട്. അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഈ ജഡ്ജിക്ക് ഈ കേസിൽ വിധി പറയാൻ യാതൊരു അവകാശവുമില്ല, വിധി പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നു എന്ന ഗുരുതരമായ ഒരു കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അതിൽ ആരോപണ വിധേയയാണ് ഈ ജഡ്ജി. അതിൽ സംശയ നിഴലിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി. അവർക്ക് അതുകൊണ്ട് ഇതിൽ വിധി പറയാൻ സാധിക്കുകയില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു ജഡ്ജിയാണ് ഇപ്പോൾ ഈ കേസിന്റെ വിധി പറഞ്ഞിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, ഇത് ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ചോണ്ട് പോകുന്നുണ്ടെന്ന് നോക്കിക്കോ. വിധി പകർപ്പ് ഓക്കെ, മീഡിയക്കാർ വിടുന്നില്ല. ഇപ്പൊ ഈ ജഡ്ജി വിധി പറഞ്ഞു, അതിൽ 1 മുതൽ 7 വരെ എങ്ങാണ്ടുള്ള പ്രതികൾക്ക് ശിക്ഷ കൊടുത്തു. 8ാമത്തെ പ്രതി എങ്ങാണ്ടാണ് ദിലീപിനെ ശിക്ഷിച്ചില്ല. അപ്പൊ 7 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചപ്പോ അതിൽ അർത്ഥമില്ല. അത് അർത്ഥമില്ല. ഇതിപ്പോ ഇവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനെയും കൂടി ഈ കൂട്ടത്തിൽ പെടുത്തി ശിക്ഷിക്കണം. കാരണം മീഡിയക്കാരും പോലീസുകാരും അന്നത്തെ ഉടായ്പ പോലീസുകാരും എല്ലാരും കൂടി തീരുമാനിച്ചുണ്ടാക്കിയെടുത്ത കഥയില്ലേ, അതങ്ങോട്ട് ഈ പ്രാബല്യത്തെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് അന്നത്തെ ജഡ്ജി ശരിയില്ല
അപ്പോൾ 1 മുതൽ 7 വരെയുള്ള നാളുകൾ ശിക്ഷിച്ചത് അതിനെപ്പറ്റി സംസാരിക്കാനില്ലേ? ഈ പരിപാടി ചെയ്തവനെ അടക്കം ശിക്ഷിച്ചു അതിനെപ്പറ്റി സംസാരിക്കാനില്ലേ? ഗൂഢാലോചന നടത്തി എന്ന് ദിലീപിനെയാണ് പിടിച്ച് ഇരുത്തിയിട്ടുള്ളത്. പക്ഷെ ദിലീപ് അല്ലെന്നും ദിലീപിനേക്കാൾ സാധ്യതയുള്ള ആൾക്കാർ വേറെ പലരും ഉണ്ടെന്നും നമ്മൾ ആദ്യം മനസ്സിലാക്കാം. മഞ്ജു വാര്യർ 2-ാം ദിവസം ഈ സംഭവം നടന്ന് 2-ാം ദിവസം അവരെങ്ങനെ അറിഞ്ഞു ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന്? അതിനെ പറ്റിയിട്ട് ഏവനെങ്കിലും സംസാരിക്കാനുണ്ടോ? അവർക്ക് എങ്ങനെ അറിയാം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന്? ഈ പറയുന്ന മാർട്ടിനോ ഈ പൾസർ സുനിയോ ഇവരെ വിളിച്ച് പറഞ്ഞ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന വെച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ ഇല്ല. അപ്പൊ അവരെങ്ങനെ അറിഞ്ഞു മഞ്ജു വാര്യർ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന്? അപ്പൊ അതൊന്നും ചിന്തിക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഒരുത്തനും വയ്യ. ദിലീപ് 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 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വണ്ടി എവിടത്തെ യാവന്റെ വണ്ടി, യാത് പ്രൊഡക്ഷനിലെ വണ്ടി. അതുപോലെ ഹണീബി ആ സമയത്ത് മറ്റവൻ ലാലിന്റെ മകൻ ഒരു മറ്റേ പെണ്ണ് കേസുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പിന്നാലെ ഒന്നും പോയില്ലല്ലോ അന്വേഷണം, അതൊക്കെ ഒതുക്കി തീർത്ത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത്. അപ്പൊ ഇത് അതാണ് പറഞ്ഞത്. RC ഓണറിന്റെ പിന്നാലെ പോകുന്നില്ല, പ്രൊഡക്ഷനിലോട്ട് പോകുന്നില്ല. ഏറ്റവും കൂടുതൽ പൾസർ സുനിയായിട്ട് കണക്ഷൻ വരുന്നത് ലാലിനാണ്, അല്ലെങ്കിൽ ഈ മാർട്ടിനുമായിട്ട് കണക്ഷൻ വരുന്നത് ലാലിനാണ്. എന്നിട്ട് അതിനെ പറ്റിയിട്ടൊന്നുമില്ല. ലാലാണെങ്കിൽ മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഇനി എങ്ങാണ്ട് പൾസർ സുനി എൻ്റെ പേരൊന്നും എൻ്റെ ജീവിതം എൻ്റെ കരിയറൊക്കെ പോകില്ലേ? അപ്പൊ അതുപോലെ അവൻ പറഞ്ഞിട്ട് ദിലീപിന്റെ ജീവിതം കരിയറും പോയതായിക്കൂടെ? ബുദ്ധി വേണം, കുറച്ച് ബോധത്തോടെ ചിന്തിക്കണം. ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ജനങ്ങൾ വിഡ്ഢികളായിട്ടിരുന്ന് ദിലീപ് ദിലീപ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിവരമില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഇപ്പോഴും ദിലീപിനെ എങ്ങനെയെങ്കിലും ഒന്ന് ശിക്ഷിക്കണം. മീഡിയക്കാർ പറഞ്ഞ ഒറ്റ ഇതിലാണ് അവർ വിശ്വസിച്ചത്. സാധാരണ ജനങ്ങൾ അവരെ കുറ്റം പറയുകയല്ല, കാരണം മീഡിയക്കാര് അവർ വിശ്വസിച്ചു. അതാണ് ജനങ്ങൾക്ക് പറ്റിയത്. മീഡിയക്കാരാണ് ലോക ഉടായ്പെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കും. മീഡിയക്കാർ എന്തുകൊണ്ട് വിധിപ്പകർപ്പ് ഇതുവരെ സംസാരിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്? കള്ളന്മാര്, ലോക കള്ളന്മാര്. ഇനി രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടോ. ദിലീപിന് പിന്നിലുള്ളത് അതിജീവിതയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ അല്ലെങ്കിൽ വെറുതെ ചോദിച്ചോട്ടെ, ആരെയും കുറ്റം പറയാനല്ല കേട്ടോ. എനിക്ക് ഈ പറയുന്നവരെല്ലാം നല്ല ബന്ധവും സ്നേഹവും ഒക്കെയാണ്. ആദ്യ ദിവസം ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലായി? ആ പച്ചക്കള്ളകൾ പൊളിഞ്ഞു വീണതിന്റെ ജാള്യത ചില മീഡിയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ചർച്ചയെടുത്ത് എങ്ങനെയെങ്കിലും ശ്രീ ദിലീപിനെ കൊടുക്കാൻ നോക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയുടെ അഭിമാനമാണ് ജഡ്ജി ഹണി വർഗീസ്. ആ ഹണി വർഗീസ് എന്ന സ്ത്രീയുടെ നട്ടെല്ലുകൊണ്ടും ധൈര്യവും സത്യസന്ധതയും നീതിബോധവും ഉള്ളതുകൊണ്ടാണ് ദിലീപേട്ടനും കുടുംബവും ഈ കേസിന്റെ സത്യം വെളിവന്നത്. കറക്റ്റ്. അത് ഞാൻ ഇപ്പൊ രാഹുൽ ഈശ്വരനെ തെറി വിളിക്കും, എന്നെ തെറി വിളിക്കും, ദിലീപിനെ തെറി വിളിക്കും. ദിലീപാണ് കുറ്റവാളിയെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ ദിലീപ് അല്ലെങ്കിൽ ആരുടെ? സത്യമായിട്ട് തെളിഞ്ഞ് പുറത്തു വരണം. നമ്മുടെ ബാലണ്ണൻ തട്ടിപ്പോയില്ല, തട്ടിപ്പോയ ബാലണ്ണൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അണ്ണൻ കണ്ടെന്ന് പറഞ്ഞ ദിവസത്തെ മറ്റണ്ണ ഇവിടെ ഇല്ലായിരുന്നു. ബിജു അണ്ണൻ വേറെ സ്ഥലത്തായിരുന്നു, മോളുടെ ആവശ്യമായിട്ട് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പൊ എല്ലാം കള്ളങ്ങളാണ്. പൾസർ സുനി കത്തെഴുതിയത് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ ആരുടെ? നിങ്ങൾക്കൊക്കെ തന്നെ സ്വയമേ ഇരുന്നൊന്ന് ചിന്തിച്ചാൽ പിടികിട്ടും. ഇനി ക്രിട്ടിക് ഭാസ്കർ ഈ വിധി പകർപ്പ് ഫുള്ള് വായിച്ച ഒരു വ്യക്തിയാണ്. ഈ ക്രിട്ടിക് ഭാസ്കർ എന്ന യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. 8 ഫോൾഡറിലും 8 ഫോൾഡറിന്റെയും വ്യക്തത വരുത്തിയിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത്, അല്ലേ? അല്ലെ? ഈ 8 ഫോൾഡറിനകത്തും ഒരു കാരണവശാലും ദിലീപില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ 9ാമത് ഒരു ഫോൾഡർ വേണം. എന്ത്? ചിലപ്പം വിളിയായിരിക്കാം, വർത്താനായിരിക്കാം, കാഴ്ച. ആ 9ാമത്തെ ഫോൾഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വിധിക്കകത്ത് ദിലീപ് വരുള്ളൂ. 9 ഫോൾഡറിന്റെ കാര്യം പറയുന്നില്ലല്ലോ ഇവിടെ. ഇല്ല. അപ്പൊ 9 ഫോൾഡർ ഉണ്ടെങ്കിൽ 9 ഇവിടെ രേഖപ്പെടുത്തണം. ആ 9ന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കണം ദിലീപ്. അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ മാധ്യമങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. വെറുതെ വിട്ടിട്ട് ആ പുള്ളി അവിടെ വീട്ടിൽ ഇരിക്കാൻ സഹിക്കുന്നില്ല. ഇല്ല. ഇടയിൽ ഇവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ വായിച്ച് തീർന്നതേ ഉള്ളൂ. അപ്പൊ നീ വിളിക്കുന്നത് ഇവര് പറഞ്ഞിരിക്കുന്നത് ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിജിറ്റൽ രേഖ തെളിയിച്ച് സമർപ്പിച്ചിട്ട് കോടതി അംഗീകരിച്ചിട്ടില്ലെന്നാണ്. ഇതൊക്കെ ആരോട് പറയാൻ ബ്രോ? ഇത് ആരോട് പറയാൻ? വിവരമില്ലാത്തവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ദിലീപ് എന്ന്. നമ്മുടെ കേട്ടെ ആക്ച്വലി ഇന്നാ പിടി അമ്മച്ചിയുടെ മാവുങ്കലോ ഈ സെറ്റപ്പിൽ നടക്കുകയാണ് കുറെ ഇപ്പോഴും ബോധമില്ലാണ്ട്. ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്ന് ഓരോ വിഷയക്കും ചിന്തയില്ല, ബോധമില്ല, പൊക്കണമില്ല. ഇങ്ങനത്തെ ഉള്ളതിനൊക്കെയാണ് ആദ്യം എടുത്ത് വിള അറിയേണ്ടത്. ആ വധൂരി മീഡിയകൾ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ എണ്ണം.
ഏതൊക്കെയായാലും ഈ ഒരു മെമ്മറി കാർഡ് മാത്രമല്ലേ ഉള്ളൂ ഡിജിറ്റൽ രേഖയായിട്ട് ഈ ഇരിപ്പുള്ളൂ. അല്ലേ? വേറെ വല്ലതും ഉണ്ടോ? ഇല്ലില്ല, നമ്മളിത് വീഡിയോ ചെയ്തതിനകത്തും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ലാലിനെ പിടിച്ചിട്ടുമില്ല. ലാലിനെ പിടിച്ചിട്ടില്ല. പീഡനവീരന. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഇവര് സൗണ്ട് എൻഹാൻസ് ചെയ്തെന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിനകത്ത് ഇതല്ലേ. പിന്നെ ലാലിനെ ഇതുവരെ പിടിച്ചിട്ടില്ല. അത് തന്നെയല്ല, ലാലിന്റെ മകൻ ഈ കേസിൽ, ഈ ഒരു സിനിമയിൽ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ച കേസിൽ പെട്ടതാണ്. അവൻ പുണ്യാളനാണ്. അപ്പം അതെ, അയാൾ ഇതിനകത്ത് മറ്റേ ഇതല്ലേ, കോർട്ട് വിറ്റ്നസോ, CW. കോർട്ട് വിറ്റ്നസ് ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഞാനെല്ലാം മറന്നുപോയി, കുറെ ദിവസമായില്ലേ. ഇനിയിപ്പോ നമ്മള് അതല്ല, ഈ സംഭവം പിന്നെ ലാലിനെ പിടിച്ചിട്ടില്ല. കാര്യം എന്താ? അപ്പൊ ഇതിനകത്ത് എന്നതാ, മെമ്മറി കാർഡിനകത്ത് ഉള്ള ഫോൾഡർ എല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇത്ര ഫോൾഡറേ ഉള്ളൂ. ഇത്ര ഫോൾഡറിനകത്ത് ഇന്നത്തെ കാര്യമേ ഉള്ളൂ. അതിനകത്ത് മാറ്റം ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ ഈ ഇതിനകത്ത് മെമ്മറി കാർഡിനകത്തുള്ള ഹാഷ് വാല്യൂ മാറിയതെന്ന് വെച്ചാൽ ഡിലീറ്റഡ് ആയിട്ടുള്ള ഫോൾഡർ പുതിയതായിട്ട് ആഡപ്പ് ചെയ്തതേ ഉള്ളൂ, അല്ലാതെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഈ ആഡപ്പ് ചെയ്ത ഫോൾഡർ ഒരിക്കലും ദിലീപിന് എതിരാകണമെങ്കിൽ ദിലീപിനെ കുറ്റകരമായിട്ട് അത് ബാധിക്കണം, അല്ലേ? അത് ബാധിച്ചിട്ടില്ല. ഇത് ആഡ് ചെയ്യണമെങ്കിലും എടുക്കണമെങ്കിലും ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ തന്നെയല്ലേ ഇതെല്ലാം ഇരുന്നത്. പിന്നെ കോടതിയിലും ഇത് ചെയ്തത് തന്നെ. അണ്ണാ, ഇതൊക്കെ വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് പറയണം. അല്ലാണ്ടുള്ള അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലാത്തവന്മാർ ചുമ്മാ കടന്ന് കുറച്ചോണ്ടിരിക്കും. ദിലീപ് 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 ദിലീപ്. നമുക്ക് എന്തോ വലിയ ഒരു സന്തോഷമാണ്. ലാലിന്റെ പിന്നാലെ അന്വേഷണം പോകത്തുന്നത്, ലാലിന്റെ മകന്റെ പിന്നാലെ അന്വേഷണം പോകത്തുന്നത്. മാർട്ടിൻ ആദ്യം മുതലേ പറയുന്നുണ്ടല്ലോ അവന്മാരെയൊക്കെ പേര്. എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല? ചിന്തിക്കടേ, ചിന്തിക്ക്. ആര്യാകാരം ഉണ്ടെന്നവന് മനസ്സിലാവൂല. ബാക്കി ഇതിനകത്ത് ഇത് കോടതിയിൽ അലക്ഷ്യമായിട്ടുള്ള ഒരു ന്യൂസാണ് ഈ പ്രചരിക്കുന്നത്. അതെ, കാര്യം മനസാ വാച കർമ്മണ അറിയാത്ത ഒരു ജഡ്ജിയുടെ പേര് ഇതിനകത്ത് വലിച്ചയക്കപ്പെട്ടിരിക്കുകയാണ്. അതെ. അപ്പൊ അത് ഭയങ്കര, മാധ്യമങ്ങളെ തല്ലി ഓടിക്കണം ജനങ്ങള്, എന്നാലേ രക്ഷപ്പെടുള്ളൂ ഇവിടെ ജനം. ഈ കേസിന് മാത്രം എന്താണ് ഒരു സത്യസന്ധമായ ഒരു വിധി വന്നാൽ, ഒരു സാധാരണ എല്ലാ കേസിനും വിധി വരുമ്പോൾ അതിന്റെ വിധി വന്നതിന്റെ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മീഡിയസ് വിളിച്ചു പറയാനായിട്ട് നോക്കും. ഇതിങ്ങനെ വിധി ഇതിനകത്ത് ഇതുവരെ ഈ ദിലീപിന് അനുകൂലമായിട്ട് ഒരു വിധി വരാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു, ഇതിലെല്ലാം ഇതുപോലെ സത്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എവിടെയും പറയുന്നില്ല. വിധി വന്നിട്ടും ദിലീപ് ഇതിനകത്ത് പ്രതിയായിരുന്നു, ദിലീപ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പറയില്ല. എന്നാന്നറിയാവോ, മാധ്യമങ്ങള് 2017 ജനങ്ങളുടെ തലയിലേക്ക് ഈ നുണപ്രചരണം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് വന്നു കഴിഞ്ഞപ്പോ ജനങ്ങൾ ഈ ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ ഈ ആടിനെ മറ്റേ അതായത് അണ്ണാനെയാണ് തെറ്റിക്കോട്ടം കെട്ടി അന്ന് ആനയായി തെറ്റിക്കോട്ട് രാമചന്ദ്രനായിട്ട് ഈ മാധ്യമങ്ങള് ജനങ്ങളുടെ മുമ്പ് വെച്ചിരുന്നത്. അണ്ണാൻ ആടുമല്ല, അണ്ണാൻ അതിലും ചെറുത്. അപ്പൊ ഈ അണ്ണാനെ എങ്ങനെയും ഒരു ആനയാക്കുക എന്നുള്ളതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു പ്രധാന പരിപാടി, അജണ്ട. 2017 നമ്മൾ കേട്ടതൊന്നും സത്യമല്ല, മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പം ഈ മാധ്യമങ്ങളുടെ അജണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ക്രെഡിബിലിറ്റി ജനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും. അതിന്റെ ഒരു കടിയാണ് ഈ മാധ്യമത്തിനുള്ളത്. അതാണ് ഇവിടെ, അല്ലാതെ വേറൊന്നും. ജനങ്ങളൊന്ന് ഈ ഒരു കേസിൽ ദിലീപ് പ്രതിയല്ല എന്ന് വിശ്വസിച്ച് വരുമ്പോഴത്തേന് വീണ്ടും പ്രതിയാണെന്ന് കാണിക്കാനായിട്ട് ഒരു തുമ്പ് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അപ്പം ശരിയാണല്ലോ, അത് ശരിയാണല്ലോ എന്നൊരു ചിന്താഗതി വരും. എന്നാൽ ഈ ഒരു കേസിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇതൊന്നും എല്ലാവരും വായിച്ചിട്ട്, എല്ലാവരും ഈ മീഡിയ വരുന്ന കാര്യങ്ങളെ എല്ലാവർക്കും അറിയത്തുള്ളൂ, ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും. അപ്പൊ അവരെ പിന്നെ വീണ്ടും കണ്ണിൽ പൊടിയിട്ട് ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാണ് എന്ന് വരുത്തി വെക്കാനായിട്ട് പരിപാടി. ഓക്കെ, പണ്ട് കേസ് നടക്കുന്ന സമയത്ത് യൂട്യൂബേഴ്സ് പരിപാടിയൊന്നുമില്ല. അന്ന് ഈ മീഡിയക്കാർ തന്നെയാണ്. അപ്പൊ മീഡിയക്കാർ പറയുന്നത് കേട്ടുകൊണ്ട് ജനങ്ങൾ അങ്ങ് വിശ്വസിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് നമ്മളെ പോലുള്ളവന്മാർ ഇതെല്ലാം കുത്തിപ്പൊക്കി അടിച്ച് ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറെ പേർക്കെങ്കിലും ഒരു 10-80% ആൾക്കാർക്ക് ഡബിൾ മൈൻഡായി. ഇപ്പൊ ദിലീപ് നിരപരാധി ആണല്ലേ, നമ്മളെ പോലുള്ളവന്മാരെ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോ ആൾക്കാർ ഡബിൾ മൈൻഡിലായി. ദിലീപ് ചിലപ്പോൾ ചെയ്തിട്ടില്ലായിരിക്കും, ഇതെല്ലാം കള്ളവായിരിക്കും, ദിലീപിനെ കൊടുക്കാനുള്ള പരിപാടി തന്നെയായിരിക്കും, ദിലീപിന്റെ കരിയർ തകർക്കാനുള്ള പരിപാടി തന്നെയായിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിച്ചു കഴിഞ്ഞാൽ
മറ്റവന്മാർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഫ്ലോപ്പാവും. ആര്? മീഡിയക്കാർ. അങ്ങനെ മീഡിയക്ക് മൊത്തം തെറിവിളിയാവും, മീഡിയക്ക് മൊത്തം നെഗറ്റീവ് ഇമേജ് ആവും, മീഡിയക്കാര് പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ള രീതിയിലോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ അവന്മാരുടെ ഇമേജ് പിടിച്ചെടുത്തണം. അതിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ഇതിന്റെ സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് ജനങ്ങളിലേക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് വേണ്ടിയിട്ട് യുവമാരെ അടുത്തൊരു തുറുപ്പ് ചീട്ടങ്ങ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങ് ഇട്ട് കൊടുക്കും. ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അത് കാണുമ്പോൾ കുറെ ആൾക്കാർ അപ്പൊ ദിലീപ് തന്നെ, നമ്മളെ പോലെയുള്ളവന്മാർ പറഞ്ഞ എല്ലാം മറക്കും, ദിലീപ് തന്നെ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു സാധനം. കാര്യം പിടികിട്ടിയ അതാണ്, വേറെ ഒന്നുമല്ല. ആ ഒരു സാധനമാണ് ഇപ്പൊ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല. മറിച്ച് അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ, അതാണ് എന്റെ ചോദ്യം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം, അതിജീവിതയ്ക്ക് നീതി കിട്ടണം. ഇതേ ഞാൻ പറയുന്നുള്ളൂ. മീഡിയക്കാരന്മാർ പറയുന്നത് ഇനി വിശ്വസിക്കുകയും ചെയ്യില്ലേ. ഇവന്മാരെ വിശ്വസിച്ച് നമ്മൾ ഒരു ന്യൂസും കാണാതിരിക്കുക. ലോകകള്ളന്മാരാണ്. ഇടയ്ക്ക് വേറെ ഏതോ CCTV ദൃശ്യം എടുത്ത് വെച്ചിട്ട് മറ്റേ പയ്യനും പെണ്ണും കൂടി പോയെന്നാണെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇവന്മാർ വീഡിയോ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് യുവന്മാർ. ഇവന്മാർ നമ്പിന ഫീന എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.